ഹായ് കിഡ്സ്, ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. പേജ് നമ്പർ 13 ഫസ്റ്റ് ആക്ടിവിറ്റി, ഫസ്റ്റ് എ. These are some of the events that are described in the story. Read them carefully. താഴെ ഒരു 10 ലൈൻസ്, അതായത് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ഈ സ്റ്റോറിയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അത് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറയുന്നത്. കെയർഫുള്ളി വായിച്ചതിന് ശേഷം നെക്സ്റ്റ് പേജ് 14th പേജിൽ അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. അത് കണ്ടില്ലേ, കുറച്ച് കോളംസ് 1 തൊട്ട് 10 വരെ. അപ്പോൾ നേരത്തെ കുറച്ച് ഇവൻറ്റ്സ് ഇല്ല, അത് ഷഫിൾ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഓർഡർലി അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു, എന്നാലും ഞാൻ പറഞ്ഞു തരാം. 4th വൺ, റിക്കീസ് മദർ ഗീവ്സ് ഹിം കോഴ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. അത് സെക്കൻഡ്. തേർഡ് ആൻസർ, 7th വൺ, Ricky wakes up to find his room perfectly clean and tidy. അത് കഴിഞ്ഞ് 4th വൺ. ഫസ്റ്റിലാണ് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. നെക്സ്റ്റ് 5th വൺ. അത് 8th ആണ്. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. അത് കഴിഞ്ഞ് 6th വന്നിട്ട് ഏതാണ്? 9th ആണ്. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. നെക്സ്റ്റ് 7th, അത് വന്ന് 3rd ആണ്. റിക്കി കംപ്ലെയിൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. നെക്സ്റ്റ് വന്നിട്ട് 8th വന്നിട്ട് 10th ആണ് ലാസ്റ്റ്. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അത് കഴിഞ്ഞിട്ട് 9th വന്നിട്ട് 6th വൺ. റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ദെൻ ലാസ്റ്റ് 10th, അത് 5th ആണ്. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. അപ്പം ഇതാണ് ഇതിനെ ഓർഡർലി അറേഞ്ച് ചെയ്തിട്ട് എഴുതാനാണ് പേജ് നമ്പർ 14 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബവ്. അപ്പം നമ്മൾ അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ, മുകളിൽ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടില്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ഇതിൽ പറയുന്നത്. ആൻസർ ഈസ്, റിക്കി വാസ് എ ലേസി ബോയ് ആൻഡ് ഹീ നെവർ ഡു ദ കോഴ്സ് ഗിവൻ ബൈ ഹിസ് മദർ ടു ഡു അറൗണ്ട് ദ ഹൗസ്. Ricky's parents bought a butler robot. He always wakes up to find his room perfectly clean and tidy. Ricky searches for his missing t-shirts and football, and he will never find out, as the robot always clean out the things which Ricky throws away. So Ricky started following the robot around the house to spy on it. ഓക്കെ, ഇപ്പം ഇതൊരു പാരഗ്രാഫായിട്ടാണ് പറയുന്നത്. അപ്പം ലാസ്റ്റ് ഒരു സ്പൈ ഓണിറ്റ് വന്നില്ലേ, അതിൻ്റെ കൂടെ ആണ് അടുത്തത് ചേർത്താണ് എഴുതേണ്ടത്. കാരണം ഇതൊരു പാരഗ്രാഫ് ആയതുകൊണ്ട് എനിക്ക് ഈ രീതിയിലാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഹീ പെസ്റ്റേർഡ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹീ കുഡൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ ആൻഡ് സോ ഹീ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ റോബോട്ട്. But his parents didn't listen to him. Once Ricky catches the robot red-handed. One day, when the robot was wearing past, heard the boys complain. The robot returned back Ricky's stuff. Ricky was so angry and he shouted on the robot. Next, ഇതും അതുപോലെ തന്നെ shouted on the robotന്റെ കൂടെ full stop കഴിഞ്ഞിട്ട്, but the robot said that he has been programmed to collect things which Ricky is not wanted, and at night he sent to places where other humans can use them. Full stop. In addition, Robot said that
He is a maximum efficient robot with a pride. Ricky started realizing how he treated his belongings and he was ashamed of himself. Then Ricky decides to become a maximum efficient boy and he starts taking better care of his possessions. Next, page number 15. Second question. We saw a change in Ricky's behavior at the end. Write them below. അപ്പോൾ കണ്ടില്ല റിക്കിയുടെ ബിഹേവിയറിൽ ചേഞ്ചസ് സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ നമുക്ക് കാണപ്പെട്ടു. അപ്പോൾ അതിലൊരു താഴെ ടേബിൾ തന്നിട്ടുണ്ട് റിക്കിയുടെ ബിഫോർ ക്യാരക്ടറും ആഫ്റ്റർ ക്യാരക്ടറും. അപ്പോൾ ഫസ്റ്റ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്, അത് ബിഫോർ. ദെൻ ആഫ്റ്റർ, അതായത് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയുടെ അവസാനം റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അടുത്ത ബിഫോറിൽ സെക്കൻഡ് വൺ, he was slovenly in his habits. After, later he became more active in his habits. Next, third one, before, his mother had to collect his belongings from all corners of the house, full stop. After, he became more efficient and he tidied up his room and collected his belongings from the corners. Next, fourth one, Ricky's mother always had work for him when she left for work, but he never listened or helped her. After, he became more helpful and listened to his mother. അടുത്ത ലാസ്റ്റ് വൺ, ബിഫോറിൽ റിക്കി treated his belongings as they were useless and he cared for nothing. After, later Ricky realized his mistakes and he took better care of his possessions and became a maximum efficient boy. Next, third activity. ഇതൊരു കോൺവെർസേഷൻ ആണ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫ്രണ്ട് റോബിൻ. Ricky tells his best friend Robin about the robot that his father bought. Write the conversation between Ricky and Robin. റിക്കിയുടെ ഫ്രണ്ട് റോബിനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അവരുടെ റിക്കിയുടെ അച്ഛൻ വാങ്ങിച്ച റോബോട്ടിനെ കുറിച്ച് റോബിനോട് റിക്കി സംസാരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഫസ്റ്റ് റിക്കി, ഹേ, യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്. My father bought a robot. Robin, oh great, you are lucky enough to have a robot. Ricky, yes of course, but I didn't like him at first. Robin, why? What happened? Ricky, initially I felt that he was a thief as my favorite belongings were missing. Robin, what? Are you insane? What will the robot do with your stuff? Then Ricky said, I misunderstood him and I kept on complaining to my parents to throw that out of the house. Then Robin, so how come it's come, not can? അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു കം ആണ്. So how come you change your mind? Ricky, now I realized my mistakes. I am the one who was messing up things and he made me realized. Now I am trying to become a maximum efficient boy. Fourth exercise. Read the following part from the story. സ്റ്റോറിയിൽ കുറച്ച് പാർട്സ് ആണ് തന്നിരിക്കുന്നത്, കുറച്ച് ഭാഗങ്ങൾ. ഫാദറും റിക്കിയും തമ്മിലുള്ള കോൺവെർസേഷൻ. Father, a robot is a wonderful device. Look at the things it can do. Then Ricky, I don't think so. He is doing more harm than good. Then Father, you are wrong. Ricky, you don't understand how a robot works. Then Ricky, I can't agree with you. A robot will be a big problem if it is not properly programmed. അപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് pick out expressions from the passage which show disagreement. അപ്പം പാസേജിൽ ടെക്സ്റ്റിൽ നിന്ന് തന്നെ റിക്കിയുടെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടല്ലോ, റിക്കിയുടെ പ്രതിഷേധങ്ങൾ, അത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ റിക്കിയുടെ ഡിസഗ്രിമെൻറ്റ്സ്, 3 ഡിസഗ്രിമെൻറ്റ്സ് പേജ് നമ്പർ 11 സെക്കൻഡ് പാരയിൽ തന്നെ ഉണ്ട്. റിക്കീസ് ഡിസഗ്രിമെൻറ്റ്സ്. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. സെക്കൻഡ്, ഐ തിങ്ക് ദേ പ്രോഗ്രാം ഹിം ബാഡ്ലി. തേർഡ്, ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം.
Now fourth activity question number B. Now let's find out what Atul and Anju have to say about robots. അതായത് അതുലും അഞ്ജു രണ്ട് ഫ്രണ്ട്സിന് റോബോട്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടുപേരുടെ അഭിപ്രായങ്ങളാണിത്. അതുൽ: I think robots are awesome. They can do so many things that humans cannot. അപ്പോൾ അതുൽ പറയാണ് റോബോട്ട്സ് വളരെ വളരെ നല്ലതാണ്, ഓസമാണ്. ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്തത് റോബോട്ട്സിന് സാധിക്കും. അഞ്ജു സെഡ്, യെസ് അതുൽ, ഐ എഗ്രി, ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്, ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. അപ്പോൾ അഞ്ജു പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു, പക്ഷേ അവയ്ക്കും ചില ഡൗൺ സൈഡ്സ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ചില ഡ്രോബാക്സ്. അതുൽ: I totally get that, but let's talk about the advantages first. Robots can work 24/7 without getting tired. അപ്പം അതിൽ പറയുന്നു, അതും എനിക്കറിയാം, പക്ഷേ റോബോട്ട്സിന് ചെയ്യാൻ സാധിക്കുന്ന കുറേ റോബോട്ട്സിനെ കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ, കുറച്ച് ഉപയോഗം ഉണ്ട് റോബോട്ട്സിനെ കൊണ്ട്. അവയ്ക്ക് 24 മണിക്കൂറും അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, ടയേർഡ് ആവാതെ വർക്ക് ചെയ്യാൻ സാധിക്കും. അഞ്ജു സെഡ്, യാ ദാറ്റ്സ് ട്രൂ, ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ്, എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. അപ്പോൾ അഞ്ജു പറഞ്ഞു, ഫാക്ടറീസിലൊക്കെ അവർ പണികളെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യുന്നു, നല്ല ഹെൽപ്ഫുള്ളാണ് റോബോട്ട്സിനെ കൊണ്ടെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞു, എക്സാക്ട്ലി, ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്. അതുപോലെ അതിൽ പറയുന്നു, എന്താണ്, റോബോട്ട്സിന് ഔട്ടർ സ്പേസിലും ഡീപ്പ് അണ്ടർ ദ സീയിലും എല്ലാം അവയ്ക്ക് പോകാൻ സാധിക്കുന്നു. വേർ ഹ്യൂമൻസ്, മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്ത് എല്ലാം റോബോട്ട്സിന് എത്താൻ സാധിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുള്ളാണെന്ന് അഞ്ജു പറഞ്ഞു. I see your point, but what about robots taking jobs away from people? അപ്പോൾ അഞ്ജു പറഞ്ഞു, നിൻ്റെ പോയിൻ്റ് എനിക്ക് മനസ്സിലായി, പക്ഷേ റോബോട്ട്സ് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുന്നതോ, മീൻസ് ഹ്യൂമൻസിൻ്റെ വർക്ക്, ആൾക്കാരുടെ ജോലി പോവല്ലേ. അപ്പോൾ അതുൽ പറഞ്ഞു, you have a good point there. That can be a disadvantage, but they can also create new jobs in the field of robotics. അപ്പോൾ അതിൽ പറഞ്ഞു, അതൊരു നല്ല പോയിൻ്റാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, പക്ഷേ മനുഷ്യന് റോബോട്ടിക്സ് എന്ന ഫീൽഡിൽ അങ്ങനെ കുറച്ച് ജോലി സാധ്യതകൾ കൂടെയല്ലേ. അഞ്ജു പറഞ്ഞു, that's true, but not everyone can afford robots. They can be expensive to build and maintain. അപ്പോൾ അഞ്ജു പറഞ്ഞു, എല്ലാവർക്കും റോബോട്ട്സ് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, അത് ബിൽഡ് ചെയ്യാനും അത് ക്രിയേറ്റ് ചെയ്യാനും അത് മേക്ക് ചെയ്യാനും പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര ചിലവേറിയതാണ്. അതുൽ പറഞ്ഞു, ഐ എഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം, ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. അപ്പോൾ അതിൽ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, കോസ്റ്റ് ഒരു പ്രശ്നമാണ്, പൈസ ഒരു പ്രശ്നമാണ്, പക്ഷേ അവ ഡിഫറെൻ്റ് ഏബിൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ, ചെവി കേൾക്കാത്തതാണ്, കണ്ണ് കാണാത്തതായിരുന്നാലും വികലാംഗർ, മീൻസ് നടക്കാൻ പറ്റില്ല സാധിക്കാത്ത ആൾക്കാർ, അവയൊക്കെ ഏതൊക്കെ തരത്തിൽ റോബോട്ട്സിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Then Anju said, yeah, that's a great advantage. Robots can improve lives in many ways. അപ്പോൾ അത് തിങ്ക് ചെയ്തപ്പോൾ അഞ്ജു പറഞ്ഞു, അതൊരു വലിയൊരു നല്ല കാര്യമാണ്, അഡ്വാൻറ്റേജാണ്. റോബോട്ട്സിന് മനുഷ്യരുടെ ജീവിതം പല തരത്തിലും എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഇവർ തങ്ങളുള്ള ടോക്സ്. അപ്പോൾ ഇതിൽ പറയുന്നത്, ദ സെൻറ്റൻസസ് എബോവ് ഷോ എഗ്രിമെൻറ്റ്സ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ്. Write the sentences which express agreement and disagreement in the box below. അപ്പോൾ താഴെ ഒരു എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് രണ്ട്
2 ബോക്സ് കണ്ടില്ലേ, അതിൽ ഒന്നിൽ അതുലിൻ്റെ എഗ്രിമെൻറ്റ്, പിന്നെ അഞ്ജുവിൻ്റെ ഡിസെഗ്രിമെൻറ്റ്. അത് ഈ പാസേജിൽ നിന്ന് തന്നെ ഉള്ള അവരുടെ എഗ്രിമെൻറ്റ് ഡിസെഗ്രിമെൻറ്റ് എഴുതണം. ഓക്കെ, ഫ്രം ദ പാസേജ്. ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. എഗ്രിമെൻ്റ് ആണ്. ഡിസെഗ്രിമെൻറ്റ്, ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്. സെക്കൻഡ് എഗ്രിമെൻറ്റ്, റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 without getting tired. Next disagreement, what about robots taking jobs away from people? Then agreement, they can also create new jobs in the field of robotics. Disagreement, but not everyone can afford robots. They can be expensive to build and maintain. Agreement, think about how they can help differently abled people. നെക്സ്റ്റ് അതിനെതിരായിട്ടൊരു ഡിസഗ്രിമെൻ്റ് ഇല്ല. ഓക്കെ കിഡ്സ്, ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി കുറച്ച് ലെങ്തി ആയതിനാൽ പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക്